ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടല്ല, പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂള് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കുറേ പേർക്കൊക്കെ ഇത് അറിയുന്നുണ്ടായിരിക്കാം, അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഈ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടോ, ഇത് എന്തിനാണെന്ന് അറിയുമോ എന്നുള്ളത്. അപ്പോൾ അവർക്കൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് സീം റിപ്പർ എന്ന് പറയുന്ന ടൂൾ. അപ്പോൾ ഇത് നമ്മൾക്ക് വീടുകളിലെല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മയൊക്കെ ഇരുന്നിട്ട് ബ്ലൗസൊക്കെ ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ബ്ലൗസിന് മാത്രമല്ല നമ്മൾ കുർത്തീസൊക്കെ ആൾട്ടർ ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരില്ലേ. ആ സമയത്ത് നമ്മൾ നമ്മുടെ സേഫ്റ്റി പിന്നെ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ആ സ്റ്റിച്ച് കട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു യൂസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ടൂള്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രസ്സിനൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ തന്നെ നമ്മൾക്ക് ഈ നമ്മളുടെ ത്രെഡ്, നമ്മളുടെ സ്റ്റിച്ചിങ് എല്ലാം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ത്രെഡ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 10 രൂപയാണ് ഈ ഒരു ചെറിയ സീം കട്ടറിന് ഉണ്ടായിരുന്നത്. വലുതിന് 20 15 എന്തായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. രണ്ട് യൂസ് എല്ലാം ഒന്ന് തന്നെയാണ്. ഒന്നിൻ്റെ നമുക്ക് കുറച്ചും കൂടി ഹാൻഡി ആയിട്ടുള്ളതാണെന്ന് മാത്രം. അപ്പോൾ ഇതിന് 3 പോർഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഈ ഒരു കൂർത്ത ഭാഗമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ജെ പോലൊരു സൈഡിൽ അവിടെ ആയിട്ടാണ് ഇതിൻ്റെ ബ്ലേഡ് വരുന്നത്. അതാണ് ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഇത്. അവിടെ നിന്നാണ് നമ്മൾ നൂല് കട്ട് ചെയ്യുക. പിന്നുള്ളത് ഒരു റെഡ് ബോൾ വന്നിട്ടുള്ള ഒരു പോർഷനാണ്. അതിൻ്റെ യൂസ് ചെയ്യാൻ പിന്നീട് പറയാം. അപ്പോൾ നമ്മളിത് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മളുടെ ഈ ഒരു കൂർത്ത ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ നമ്മളുടെ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് വിടുക. എന്നിട്ട് ആ സെൻറ്റർ പോർഷനില്ലേ, അവിടെ വെച്ച് ഒന്ന് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അത് കട്ടായി പോകും. അത് ഒരു ബ്ലേഡ് പോലെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് വിടുക. ഞാൻ ഇപ്പോൾ ഇത് വാങ്ങിയിട്ട് കുറേ ആയി, അതുകൊണ്ട് കുറച്ച് അതിൻ്റെ ഒരു മൂർച്ച കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് പെട്ടെന്ന് തന്നെ അത് കട്ടായിട്ട് പോരും. എന്നിട്ട് ഇത് ഈസി ആയിട്ട് നമുക്ക് ബാക്കിയുള്ള ഈ ത്രെഡ് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ക്ലോത്തുകളും നാശാവില്ല. നമുക്ക് ആ ഒരു ത്രെഡ് പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. കണ്ടില്ലേ, കുറച്ചെണ്ണ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എത്ര പെട്ടെന്നാണ് നമ്മളുടെ ആ ഒരു നമ്മൾ സ്റ്റിച്ച് അഴിച്ചെടുത്തത്. അപ്പം കണ്ടില്ലേ, ക്ലോത്തിനാണെന്നുണ്ടെങ്കിലും യാതൊരു വിധ ഡാമേജും ഇവിടെ വന്നിട്ടില്ല. നമുക്ക് ഈ ഒരു ഇതും കൂടി കട്ട് ചെയ്തെടുത്താൽ മതി. അത് താഴത്തെ ആ ഒരു നൂലാണ്. അപ്പോൾ ഇത് ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്യാം. അല്ല നമ്മൾ കുർത്തീസൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഉണ്ടാവില്ല സ്റ്റിച്ച് സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു റെഡ് ബോൾ വരുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഉള്ളിലേക്കായിട്ട് ഇൻസർട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു റെഡ് ബോൾ അവിടെ ഉള്ളത്. കാരണം നമ്മുടെ ക്ലോത്തുകൾക്ക് ഡാമേജ് വരാതിരിക്കാൻ. എന്നിട്ട് ഇതുപോലെ ആദ്യം നമ്മൾ 1-2 സ്റ്റിച്ചുകൾ കട്ട് ചെയ്യണം. അതിന് ശേഷം വേണം നമ്മൾ ഈ റെഡ് ബോൾ ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഇത് കൊടുത്താൽ, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ ആയി യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് അതിൻ്റെ മൂർച്ച പോയിട്ടാണ്. നമ്മൾ പുതിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലും ഈസി ആയിട്ട് നമ്മൾ വയ്ക്കുമ്പോഴേക്കും നമുക്കത് കട്ടായി പോരും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ക്ലോത്ത് ഡാമേജ് ആവുകയും ചെയ്യില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ത്രെഡ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്റ്റിച്ചുകളെല്ലാം നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്ക് ഈ ഒരു കട്ടായിട്ടുള്ള ത്രെഡൊക്കെ ഒന്ന് എടുത്ത് കളയേണ്ട ആവശ്യമുള്ളൂ. വേറൊന്നും നമ്മളുടെ ആ ഒരു ഡ്രസ്സിൽ നമുക്ക് ആ അഴിച്ചെഴുതിൻ്റെ യാതൊരു വിധ ഇഷ്യൂസും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു യൂസാണ് ബട്ടൺ ഹോൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ബട്ടൺ ഹോളെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാവുമല്ലോ ആ ഒരു ക്ലോത്തിൻ്റെ പോർഷൻ, നമ്മൾ ഇതുപോലെ തന്നെ അത് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു പോർഷൻ ഇതുപോലെ ഒന്ന് നീക്കി കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിലുള്ള ആ ക്ലോത്ത് നല്ലപോലെ നമുക്ക് കട്ടായിട്ട് കിട്ടും. അങ്ങനെ നമ്മളുടെ ബട്ടൺ ഹോളും റെഡിയാവും. വീഡിയോ ഇതിനെപ്പറ്റി അറിയാത്ത കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.